സോ ഗൈസ്, ഫൈനലി എൻ്റെ ഡോക്യുമെൻ്റ് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഡോക്യുമെൻ്റ് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഫൈനലി ഐ ഗോട്ട് മൈ ഡോക്യുമെൻറ്റ്. എനിക്ക് 2 വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ള ഡോക്യുമെൻ്റ് കിട്ടിയിരിക്കുന്നത്. 2026 വരെ വാലിഡിറ്റി ഉണ്ട്. എനിവേ ഐ എം സോ ഹാപ്പി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്, എൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മാസമായിട്ടുണ്ട്. അപ്പോൾ 45 ദിവസത്തിനുള്ളിൽ എൻ്റെ ഡോക്യുമെൻറ്റ് കിട്ടുമെന്നാണ് അവിടെ നമ്മൾ ഇമിഗ്രേഷനിൽ അന്ന് ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ നിലവിലുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മറ്റേ എന്താ പറയണേ, കുമ്മുണ വലിയ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് വരുന്നത്. അപ്പോൾ എനിവേ നമ്മളത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ പുറത്തൊരു നോട്ടീസ് ബോർഡുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലായിട്ട് കയറി കഴിയുമ്പോൾ ഞാൻ എനിവേ ഈ പറഞ്ഞ പോലെ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മളത് നോക്കിയിട്ട് ബാക്കി ലെറ്റർ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് മേടിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുറത്ത് ഒരു നോട്ടീസ് ബോർഡുണ്ട്. അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും അവിടെ ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല. എനിവേ നമുക്ക് അവിടെ ഒരു ടോക്കൺ നമ്പർ തന്നു. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ കയറി. സോ ഗൈസ്, ഫൈനലി എൻ്റെ ഡോക്യുമെൻ്റ് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഡോക്യുമെൻ്റ് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഫൈനലി ഐ ഗോട്ട് മൈ ഡോക്യുമെൻറ്റ്. എനിക്ക് 2 വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ള ഡോക്യുമെൻ്റ് കിട്ടിയിരിക്കുന്നത്. 2026 വരെ വാലിഡിറ്റി ഉണ്ട്. എനിവേ ഐ എം സോ ഹാപ്പി. ലീസയുണ്ട്, ഷീസ് ഹിയർ. ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടന്ന് അവസാനം എൻ്റെ ഇവിടെ വന്ന പേപ്പർ വർക്ക് ഞങ്ങളിത് കിട്ടുമെന്ന് ഒരു രീതിയിൽ ഒട്ടും വിചാരിച്ച സംഭവമല്ല. എനിവേ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഞാൻ വീട്ടിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞു, പപ്പനെ മമ്മീനെ വിളിച്ച് പറഞ്ഞു, പിന്നെ ചാച്ചനെ അമ്മ അവരൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് വെളുപ്പിന് 6 മണിയായപ്പോഴത്തേക്ക് ഇവിടെ പോലീസ് സ്റ്റേഷൻ വന്നിരിക്കണേ. കാരണം ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരിക്കും, ആളുകൾ അധികമുണ്ട്. ഞങ്ങളൊരു സാധനം പോലും കഴിച്ചിട്ടില്ല. അപ്പം എന്താണ് സ്റ്റേഷനുള്ളിൽ സംഭവിച്ചതെന്നുള്ള വിവരം കറക്റ്റായിട്ട് ഞാനൊന്ന് പറയാം. നമുക്കൊരു ടോക്കൺ നമ്പർ തരും ഫസ്റ്റ് അവർ. അപ്പം ആ ടോക്കൺ നമ്പർ വെച്ചിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ എൻ്റെ നമ്പർ 2ാമത്തെ നമ്പറായിരുന്നു. നമ്മളകത്ത് ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട്, പിന്നെ നമ്മൾ ബൂസ്റ്റ് അയച്ച സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്ന റിച്ച് ബൂത്ത, ഇത് രണ്ടും, പിന്നെ നമ്മൾ ആ ടൈമിലൊരു പേയ്മെൻറ്റ് നടത്തും നമ്മൾ ഇത് അയക്കുന്ന സമയത്ത്. അപ്പം അതിന് ശേഷം അവരതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യും, വെരിഫൈ ഒക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ബയോമെട്രിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാർഡ് നമ്മൾ തന്നെയാണോ ഇതിൻ്റെ ആൾ എന്നുള്ളത് അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവരൊരു ബയോമെട്രിക് ചെക്കിങ് കൂടെ നടത്തും. സോ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തു. പിന്നെ 1-2 ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ് റിസീവ് ചെയ്തു എന്നുള്ളത് നമ്മളൊരു അക്നോളജ്മെൻറ്റ് കൊടുക്കണം. അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത് അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ ഡോക്യുമെൻ്റായി പുറത്തിറങ്ങി. അപ്പോൾ എനിവേ സംഭവം സെറ്റായി. നമുക്ക് ഡോക്യുമെൻ്റ് റെഡി ആയിട്ട് എന്തായാലും. ഓക്കെ, കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം, എന്താണ് സംഭവിക്കാൻ പോണേ, ഡോക്യുമെൻറ്റ് റെഡി ആവുമോ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ സംഭവം റെഡി ആയിരിക്കുകയാണ് ഗൈസ്, റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ രാവിലെ 6 മണിയല്ല, നമ്മൾ എത്ര 5:30 ഇറങ്ങിയല്ലേ, 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ മെട്രോ എടുത്ത് ഇവിടെ വന്നിറങ്ങി. ഇവിടെ മെട്രോ സ്റ്റേഷനും ഈ പോലീസ് സ്റ്റേഷനും തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ നേരെ അവിടെ വന്ന് ഇറങ്ങി. അപ്പം ഇനിയൊരു ക്യാപ്ചീനോ എന്തെങ്കിലും കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് നടക്കുക. ഇവിടെ ഒരു കഫേ പോലും കാണുന്നില്ല. നമ്മൾ മാക്കിൽ കയറുവാണ് നമ്മൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മാക്കിൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് മാക്കുണ്ട്. സോ ഞാൻ ഈ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുണ്ടെന്നൊരു ഏരിയ ആണ് ഇത്. ഇനി കണ്ട ഈ കാണുന്നതൊക്കെ ഇതെല്ലാം ബംഗാളകളാട്ടോ. എന്ന് വെച്ചാൽ ഇതെല്ലാം ബംഗ്ലാദേശികളുടെ ഷോപ്പാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഭയങ്കര ചീപ്പ് പ്രൈസിൽ നമുക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ ഈ സൊജോറിന് നമ്മുടെ ഇവിടുത്തെ ഡോക്യുമെൻ്റ് ഒരു കാർഡാണല്ലോ. അപ്പോൾ ആ കാർഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംതിങ് ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് കേട്ടോ അവിടെ. ഏതാ ബേബി, അതാണോ? ആ ടൈപ്പ് നോക്കി. അല്ല അതല്ലപ്പാ, മറ്റേത് അപ്പുറത്തെ ആയിരിക്കും ഇതില്ല. അത് ഇതിങ്ങനെ പല കുറേ ഉണ്ടല്ലോ. അപ്പം ഇതൊരു ചൈനീസുകാരുടെ കടയാട്ടോ, ചൈനക്കടയാണ്. എന്തോരം പ്രൊഡക്ട്സാണ് ഇവിടെ. നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്.
എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇവിടെ അവിടെ ഇവിടെ എല്ലായിടത്തും സാധനങ്ങളാണ്. എനിവേ നമുക്ക് ജസ്റ്റ് ഒരു ഈ നമ്മുടെ സാധനം സജോർണം വെക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു കവർ മാത്രം മതി. അപ്പം എനിവേ നോക്കിയെടുക്കട്ടെ. ഓക്കെ, നമ്മൾ മാക്ഡോണൽസിലോട്ട് കയറാനുണ്ടോ? ഇവിടെ അടുത്തുള്ള മാക്കാണ്. ഓക്കെ, എനിവേ ബേബി ഓർഡർ ചെയ്യണേ? എനിക്ക് ലാത്തെ മക്കാത്ത പറഞ്ഞാൽ മതി. പൂരം പിസ്താക്കിയോ ഇതാണ് എൻ്റെ ഓർഡർ. €2.30 ഒരു ലാത്തെ മക്കാത്തോ എന്ന് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ അടി മറ്റേ കഫേയും കുറച്ച് കഫേ തന്നെയല്ലേ. പിന്നെ ഞാനൊരു ക്രോസിയൻ്റ് കൂടെ പറഞ്ഞു. അപ്പോൾ പിസ്താക്കിയോടെ മെനു ആയിട്ടാണ് പറഞ്ഞേ. അപ്പോൾ ഇത് മാക്ഡോണൽസ് അതിനുണ്ട്, അടിപൊളിയല്ലേ, സെറ്റ് സംഭവം. ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ നൈസാണ് കേട്ടോ. പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഫുള്ള് നിറച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അത് തിരാമിസുമൊക്കെ ഇരിക്കുന്ന തിരാമിസുമാണ്. ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാ സാധനവും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറി ചീസ് കേക്ക്, ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. ഇതിന് മുന്നേ പലവട്ടം മാക്കി കയറുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു കഫേ അടിക്കട്ടെ. ഞങ്ങൾ രാവിലെ തൊട്ടൊരു സാധനം കഴിച്ചിട്ടില്ല. എനിവേ ഇനി കഫേ അടിച്ച് ഫുഡ് എന്തെങ്കിലും കഴിച്ചില്ല. എന്നെ തീരെ അറിഞ്ഞിട്ടില്ല കഴിച്ച്. കാരണം 5 മണിയായപ്പോൾ എണീറ്റ് 5:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഞങ്ങൾ 6 മണിയായപ്പോൾ തൊട്ട് സ്റ്റേഷനിലിരിക്കണം. 3 hours ഓൾമോസ്റ്റ് ഞങ്ങൾ ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം 9 o'clock ഇവിടെ ഇമിഗ്രേഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 മണിക്കൂർ അവിടെ നിന്ന് മാറാണ്ട് തന്നെ അവിടെ ഇരിക്കുമായിരുന്നു. വിശന്ന് പൊരിഞ്ഞ ഒരു പരിപാടിയുണ്ട്. എനിവേ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, എടുക്കില്ല വയസ്സ് നമ്മുടെ ഓർഡർ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കൊറോണത്തോ ലിവർ കപ്പിച്ചിനോടെ ഇന്ന് സെർവ് ചെയ്യും. സോ നമ്മുടെ ഓർഡർ കിട്ടിയിട്ടാണ് വയസ്സ്. അതാണ് നമ്മുടെ ഓർഡർ. ഇത് ഞാൻ ഓർഡർ ചെയ്ത് കഫേ മക്കിയാത്തോ അല്ല, കഫേ അല്ല, ഇതിൽ ലാത്തേ മക്കിയാത്തോ അല്ലേ. ഇത് നീ കപ്പിച്ചിനോ അല്ല പറഞ്ഞത്. പിന്നെ ഇതൊരു ബെറിയുടെ ഉള്ളിൽ ബെറിയുടെ ഒരു ഫില്ലിങ് വരുന്ന ഒരു ക്രോയിസൻ്റ്. പിന്നെ ഞാനിതൊരു പിസ്താക്കിയോടെ ക്രോയിസൻ്റാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. എനിവേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഒഴിഞ്ഞ് കിടക്കണ മാക്ഡോണൽസ് ഉണ്ട് കഴിച്ച്. ഒരൊറ്റ മനുഷ്യനല്ലേ ഈ സമയത്ത്. രാവിലെ 10:30 ടൈമായിട്ടുണ്ട് കേട്ടോ. ഒറ്റ മനുഷ്യനില്ല. നോക്കി, ഇതൊക്കെ പിള്ളേരുടെ കളിക്കാനുള്ള സംഭവമാണ്. ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വാഷ്റൂമിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇവിടെ ഒരാളില്ല. ഈ കുട്ടികളുടെ ബർത്ത്ഡേ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അത്. എനിവേ ഒറ്റ മനുഷ്യനില്ല, കാലി മാക്ഡോണൽസ്, നോബഡി ഈസ് ഹിയർ. എല്ലാവരും വാഷ്റൂമിലൊന്ന് കയറട്ടെ. ഓക്കെ, മാക്കിലെ വാഷ്റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാഷ്റൂം വീട്ടിലെ ഏരിയയിലുള്ള വാഷ്റൂമല്ലേ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കഴിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. ഐ എം സോ ഹാപ്പി. കാരണം എൻ്റെ ഡോക്യുമെൻറ്റ് റെഡിയായി. എനിക്ക് 2 വർഷത്തേക്ക് വാലിഡിറ്റിയുള്ള ഡോക്യുമെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചറിൽ പിന്നെ എനിക്കത് റിന്യൂവും ചെയ്യാം. എനിവേ ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് എ ഇറ്റാലിയൻ പെർമിറ്റ്. നമ്മൾ മാക്ഡോണൽസിൽ നിന്ന് ഇറങ്ങി. ഇനി കുറച്ച് പരിപാടികളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ പോസ്റ്റ് വേയിൽ പോയിട്ട് ചെയ്യാനുണ്ട്. അതിന് ഞാനിപ്പോൾ മെട്രോ എടുക്കാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷൻ വന്നിരിക്കുകയാണ്. കേട്ടില്ലേ, മെട്രോ സ്റ്റേഷൻ പോകുന്നൊരു മെട്രോ. നമുക്ക് പോകാനുള്ള മെട്രോ അതെ അവിടെ നിന്ന് അങ്ങ് അകലയിൽ നിന്ന് വരുന്നതാണ്. ചെറിയൊരു മഞ്ഞ വെളിച്ചം കാണുന്നില്ല. നമ്മുടെ മെട്രോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെട്രോ എടുത്തിട്ട് അടുത്ത സ്റ്റേഷൻ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ പോസ്റ്റ് ഓഫീസിൽ കയറണം. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് കുറച്ച് വേറെ അതല്ലാതെ വേറെ 1-2 വേറെ കാര്യങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കൊർണേലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു മെയിൻ സ്റ്റേഷനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഉച്ചയായി സമയം ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ശരിക്കും ഇത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, കുച്ചിന ഇന്ത്യൻ, പിസേറിയ ഇന്ത്യൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ബിരിയാണിയോ, ഇവിടെ ബിരിയാണിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളത് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. ഇവിടെ കയറി ഇവിടെ എല്ലാ സാധനമാണ്, നമ്മൾ ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ട് കേട്ടോ. മന്തി റൈസൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ പലതരം സാധനങ്ങളുണ്ട്. അപ്പം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുന്നേ ഇവിടുന്ന് 2-3 വട്ടം കഴിച്ചിട്ടുണ്ട്. പിസയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. എവറിത്തിങ് ഇസ് ഹിയർ. സോ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് വെച്ചാൽ ഇവിടെ വന്നിട്ട് കഴിക്കാം, ഈ ഭാഗത്തുള്ള ആളുകൾ. ഓക്കെ, എനിവേ ഞാൻ എന്താ ഫലൂഡയോ മേടിക്കുന്നുണ്ടോ? പക്ഷേ ഇതന്ന് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് മേടിച്ചില്ലേ, അതുപോലത്തെ ടൈപ്പ് സാധനം ഇത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു മട്ടൻ ബിരിയാണി അതുപോലെ തന്നെ ഒരു ബീഫ് ബിരിയാണിയുടെയാണ് പറഞ്ഞേക്കുന്നത്. അതിന് ഫുഡിന് വെയിറ്റ് ചെയ്തേക്കുക. വാങ്ങിക്കേണ്ട ഞങ്ങൾ നേരെ ഇവിടെ നിന്നൊരു പാർക്കിലായിട്ട് പോകാനുള്ള പ്ലാനിലാണ്. കാരണം ഇവിടെ കഴിക്കാനുള്ളൊരു മൈൻഡ് രസം, പാർക്കിൽ പോയിട്ട് കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഈ പാർക്കിലായിട്ട് വന്ന് കയറി. അയ്യേ, ഫുഡൊക്കെ മേടിച്ചു. ഭയങ്കര വെയിലാണ്, നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഈ പാർക്കൊന്ന് കാണിച്ചു തരാം. നല്ല കുറേ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്കാണ്. നോക്കി, നല്ല അടിപൊളി പാർക്കല്ലേ. ഇവിടെ നിന്ന് നമ്മുടെ താഴത്തോട്ട് ഇത് മേളിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പോൾ എൻ്റെ കയ്യിൽ ലഗേജ് കുറച്ച് ഒരു കവർ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ വേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു അടിപൊളി ഫൗണ്ടൈൻ, നൈസ് ഫൗണ്ടൈൻ അല്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഫുള്ള് കല്ലും ഏതാണ്ടൊക്കെ വെച്ചിട്ട് ചെയ്തേക്കണേ. ഭയങ്കര റോക്ക് സ്റ്റഡി പോലത്തെ ഒരു ഇതാണ്, ടെറൈനാണ്. നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് കാല് വേദന എടുക്കുന്നുണ്ട് ചവിട്ടി ഇറങ്ങുമ്പോൾ ഇല്ലേ. ബേബി അങ്ങോട്ട് പോണേ, അവിടെ ചെയറുണ്ടോ, ആൾക്കാരുണ്ടോ? ഇവിടെ ഒരു ഫൗണ്ടൈൻ ഉണ്ട്, പക്ഷേ ഇതിൽ വെള്ളമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ എത്ര പാർക്കുകളുണ്ട്, ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? ആളുകൾക്ക് ഇരിക്കാനും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന പാർക്കുകളാണ് കേട്ടോ. ചുമ്മാ നമ്മൾ കാണുന്ന പോലെയല്ല, ഒത്തിരി ആക്ടിവിറ്റീസും ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കുട്ടികളുടെയും അതുപോലെ അപ്പുറം ഒരു സൈഡിൽ പട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് വേറൊരു പാർക്കുണ്ട്. ഹായ്, നല്ല നൈസ് സ്പോട്ട്. അല്ല, ഈ മരച്ചോട്ടിൽ കാറ്റ് കൊണ്ട് ബിരിയാണി കഴിച്ചിരിക്കാൻ കഴിച്ചു നമുക്ക്. ഞങ്ങൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ ഹായ് ശക്തിമാൻ. നമുക്കത് തിരിച്ചിടാം. നമ്മളിന്നലെ എന്താ പറയുക, ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്ന് പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ ഞാൻ നല്ല ടയർഡായതുകൊണ്ട് പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചതെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻ്റെ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 മാസത്തിന് മേളിലായിരുന്നു. പക്ഷേ എനിക്ക് ഡോക്യുമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ്ലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് വരാത്തതെന്ന് തിരക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നോട്ടീസ് ബോർഡിൽ നമ്മുടെ പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടോക്കൺ എടുത്തു, വെയിറ്റ് ചെയ്ത് എനിവേ പോലീസ് സ്റ്റേഷനിൽ രണ്ടാമത് കയറിയിട്ട് അവർ ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ക്രോസ് ചെക്ക് ചെയ്തു, ഞാൻ തന്നെയാണോ എൻ്റെ ഡോക്യുമെൻറ്റ് റിട്രീവ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുന്നതാണത്. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ,
ഇതാണ് എൻ്റെ ഡോക്യുമെൻ്റ്. എനിവേ ഐ ആം സോ ഹാപ്പി ഫോർ ഇറ്റ്. ഐ ആം സോ ഹാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് ദിസ്. കാരണം പറഞ്ഞാൽ എനിക്ക് 2 വർഷത്തേക്ക് വാലിഡിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡോക്യുമെൻറ്റിന്. അത് തന്നെ ഭയങ്കര ഒരു നല്ലൊരു കാര്യം. ഐ ആം സോ ഹാപ്പി. എനിവേ അപ്പോൾ ഇന്നലെ ഇതൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഞങ്ങൾ ഫാമിലി, എൻ്റെ വൈഫുണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് കോഫി കുടിച്ച് അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു കൂടി വന്നു. അപ്പം വീഡിയോ മൊത്തം കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഇട്ടിട്ട് അപ്പോൾ ഇതൊന്ന് കാണിക്കാം, കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, എനിവേ നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ കാർഡ് 2 വർഷത്തേക്കാണ് ഇപ്പോൾ വാലിഡിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ എക്സ്പയർ ഇനി ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എന്താ പറയുക, ബൂസ്റ്റ് അയക്കാമെന്നാണ് ഇതിന് ഇവിടെ പറയുന്നത്, നമ്മുടെ ഡോക്യുമെൻ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പം എൻ്റെ ഫാമിലി ഡിപ്പെൻഡിലാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരുടെ ഇതിൽ തന്നെ എനിക്ക് രണ്ടാമത് ഇനി ഈ ഡോക്യുമെൻ്റ് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇനി അതല്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ തന്നെ ആയിട്ടുള്ള രീതിയിൽ ഡോക്യുമെൻ്റ് എനിക്ക് മാറ്റണം എന്നാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഒരു കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ സാലറി സ്ലിപ്പ് അങ്ങനെയൊക്കെ കുറേ പുസ്തകം എന്നൊക്കെ അതിന് പറയണേ, അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി എൻ്റെ പേരിൽ തന്നെ കൊടുത്താൽ എനിക്ക് റെസിഡൻസ് കാര്യങ്ങളെല്ലാം വേറെ വേണം. മനസ്സിലായില്ലേ? ഇപ്പോൾ വൈഫിൻ്റെ ഇതിലായതുകൊണ്ട് പുള്ളിക്കാരുടെ ഡിപ്പെൻഡിൽ തന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യം. ഓക്കെ, എനിവേ നമ്മുടെ സംഭവം റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇനി എന്തായാലും ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ യൂറോപ്പിൽ ഒരുപാട് കൺട്രീസിലായിട്ട് അധികം ട്രാവലും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ തീർച്ചയായിട്ടും നമ്മൾ ഫുള്ള് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, കാരണം ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ട് ഇനി എനിക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം, ഒരു പ്രശ്നങ്ങളുമില്ല. സോ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആരെയും എന്നെ കോൺടാക്ട് ചെയ്യുന്നവർ ആരെയും അങ്ങനെ നിരാശപ്പെടുത്തി വിടുന്ന രീതിയിലില്ല. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ തീർച്ചയായിട്ടും എല്ലാവരോടും ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എനിവേ താങ്ക് യു. ഇനി നമുക്ക് അടുത്ത നല്ല വീഡിയോകളായിട്ട് കാണാം. ഓക്കെ.